കവർ സ്റ്റോറി. യൂറോപ്പ് പ്രതീക്ഷ നൽകുന്ന രാഷ്ട്രീയ സഖ്യങ്ങൾ. PK നിയാസ്. മുസ്ലിം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ മുന്നേറ്റമാണ് യൂറോപ്യൻ യൂണിയനിലേക്കും ഫ്രഞ്ച് പാർലമെന്റിലേക്കും ഈയിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കണ്ടത്. എന്നാൽ വലതുപക്ഷ വിരുദ്ധ പാർട്ടികളുടെ സമയോചിത ഇടപെടൽ കാരണം അവർ അധികാരം പിടിക്കുന്നത് തടയാൻ കഴിഞ്ഞു. ഇരു തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ സോഷ്യലിസ്റ്റുകളും സെൻട്രിസ്റ്റ് പാർട്ടികളും അവസരത്തിനൊത്ത് ഐക്യപ്പെട്ടതാണ് കാരണം. ഫ്രാൻസിൽ സംഭവിക്കുമെന്ന് കരുതിയതോ അടുത്ത വർഷം ഒക്ടോബറിൽ ജർമ്മനിയിൽ ആശങ്കിക്കുന്നത് പോലെയോ ഉള്ള ഭീഷണി ഉണ്ടായില്ലെങ്കിലും ബ്രിട്ടനിലും വലതുപക്ഷ തീവ്ര നിലപാടുകാർക്ക് അനുകൂലമായി ചില തരംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജൂലൈ 4 തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിയെ തറ പറ്റിച്ച് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയെങ്കിലും നൈജൽ ഫറാജിന്റെ വലതുപക്ഷ UK റിഫോം പാർട്ടി 5 സീറ്റുമായി മോശമല്ലാത്ത പ്രകടനം നടത്തി. കുടിയേറ്റ വിരുദ്ധ ആശയവുമായി രംഗത്തുവന്ന പാർട്ടി 40 ലക്ഷം 14.3% വോട്ടുകൾ നേടുകയുണ്ടായി. നിരവധി തവണ പാർലമെന്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ഫറാജ് ഇതാദ്യമായി ക്ലാക്ടൺ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. ജൂണിൽ നടന്ന യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വലത് സെൻട്രിസ്റ്റ് യൂറോപ്പിസ്റ്റ് പീപ്പിൾ പാർട്ടി 188 സീറ്റുകളും ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റുകൾ 136 സീറ്റുകളും നേടി 1-2 സ്ഥാനങ്ങളിലെത്തിയെങ്കിലും തീവ്ര വലതുപക്ഷ പാർട്ടികൾ നടത്തിയ മുന്നേറ്റം ലളിതമായി കാണാനാവില്ല. ഫ്രാൻസിലെ തീവ്ര വലതുപക്ഷ നേതാവ് ജോർദാൻ ബാർദല്ല മുസ്ലിങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്തുള്ള മെറിൻ ലീ പെനിന്റെ നാഷണൽ റാലി പാർട്ടിയുടെ പ്രസിഡന്റ് നയിക്കുന്ന പേട്രിയറ്റ് ഫോർ യൂറോപ്പ് സഖ്യം 12 രാജ്യങ്ങളിൽ നിന്നായി 84 സീറ്റുകളും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി നേതൃത്വം നൽകുന്ന യൂറോപ്യൻ കൺസർവേറ്റീവ്സ് ആൻഡ് റിഫോർമിസ്റ്റ്സ് 78 സീറ്റുകളും ജർമ്മനിയിലെ വലതുപക്ഷ AFD പാർട്ടി 8 രാജ്യങ്ങളിൽ നിന്നായി 25 സീറ്റുകളും വിജയിക്കുകയുണ്ടായി. 3 സഖ്യങ്ങളും ചേർന്നാൽ വലതുപക്ഷ തീവ്ര ദേശീയവാദികൾക്ക് യൂറോപ്യൻ പാർലമെന്റിൽ 4-1 സീറ്റുകളായി. ഫ്രാൻസിൽ നാഷണൽ റാലി 32% വോട്ടുകൾ നേടി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ ഞെട്ടിച്ചു. മാക്രോണിന്റെ റിനൈസൻസ് പാർട്ടിക്ക് 15% വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. ജർമ്മനിയിൽ 2019 4-9% വോട്ടുകൾ അധികം നേടി AFDയും വെല്ലുവിളി ഉയർത്തി. ചാൻസലർ ഒലാഫ് ഷോൾഡിന്റെ സഖ്യത്തിലെ 3 പാർട്ടികളെക്കാൾ കൂടുതൽ വോട്ടുകൾ അവർക്ക് കിട്ടി. ഫ്രാൻസിൽ സംഭവിച്ചത്. യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കുടിയേറ്റ വിരുദ്ധരായ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ മുന്നേറ്റമുണ്ടാക്കിയ അപകടകരമായ സാഹചര്യം മുന്നിൽ കണ്ടാണ് 2027 വരെ കാലാവധിയുള്ള പാർലമെന്റ് പിരിച്ചുവിട്ട് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ജൂൺ 30 ആദ്യ റൗണ്ട് ഫലങ്ങൾ ജനാധിപത്യവാദികളെ ഞെട്ടിച്ചു. ഇസ്ലാമിനെതിരെ സാംസ്കാരിക യുദ്ധം പ്രഖ്യാപിച്ച മെറിൻ ലീ പെനിന്റെ നാഷണൽ റാലി 34% വോട്ടുകൾ നേടി ഒന്നാമതെത്തിയതോടെ 2ാം റൗണ്ടിൽ പാർട്ടി ഗംഭീര കുതിച്ചുകയറ്റം നടത്തുമെന്ന ആശങ്ക ഉയർന്നു. എന്നാൽ 1ാം റൗണ്ട് വോട്ടെടുപ്പിന് 20 ദിവസം മുമ്പ് മാത്രം രൂപപ്പെട്ട ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ന്യൂ പോപ്പുലർ ഫ്രണ്ട് സഖ്യം വലിയ മുന്നേറ്റം നടത്തുന്നതാണ് കണ്ടത്. 577 സീറ്റുകളുള്ള പാർലമെന്റിൽ സഖ്യം 182 സീറ്റുകൾ ജയിച്ചടക്കിയപ്പോൾ നാഷണൽ റാലി 143 സീറ്റുകളായി 3ാം സ്ഥാനത്തായി. 168 സീറ്റുകളുമായി മാക്രോണിന്റെ സെൻട്രിസ്റ്റ് സഖ്യം എൻസംബിൾ 2ാം സ്ഥാനത്തെത്തി. 2022 89 സീറ്റുകളിൽ നിന്നാണ് നാഷണൽ റാലി 143 സീറ്റുകളിലെത്തിയത് എന്നത് തീർച്ചയായും ഗൗരവമുള്ളതാണ്. മാത്രമല്ല മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ടുകൾ കിട്ടിയതും പാർട്ടിക്കാണ്. 1936 ഫ്രാൻസിൽ ഫാഷിസത്തിന്റെ വളർച്ച തടയാനുണ്ടാക്കിയ പോപ്പുലർ സഖ്യത്തിന്റെ സമാനമായാണ് ചെറുതും വലുതുമായ പാർട്ടികൾ ചേർന്ന് ന്യൂ പോപ്പുലർ ഫ്രണ്ട് രൂപവൽക്കരിച്ചത്. സന്ദർഭത്തിനൊത്തുള്ള ഈ നീക്കത്തിൽ ഫ്രഞ്ച് മുസ്ലിം സമൂഹവും അവരോടൊപ്പം ചേരുകയുണ്ടായി. രാജ്യത്തിൻ്റെയും മുസ്ലിങ്ങളുടെയും നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിയ നാഷണൽ റാലിക്കെതിരെ ഒരു വോട്ടും നഷ്ടപ്പെടാതെ പെട്ടിയിലാക്കാൻ ജൂലൈ 3 പാരീസിലെ ഗ്രാൻഡ് മോസ്കിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഫ്രഞ്ച് മുസ്ലിം നേതാക്കൾ ആഹ്വാനം ചെയ്തിരുന്നു. ഇന്ത്യയിൽ ഇക്കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ ഭീഷണി ചെറുക്കാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാൻ നേതാക്കൾ നടത്തിയ ശ്രമങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഇത്. ഫ്രഞ്ച് മാധ്യമങ്ങളും അപകടം തിരിച്ചറിഞ്ഞു. 2ാം റൗണ്ട് നിർണായകമാണെന്നും 2ാം ലോകയുദ്ധത്തിനു ശേഷം ഇതാദ്യമായി രാജ്യം തീവ്ര വലതുപക്ഷത്തിന് അടിപ്പെടുന്നത് തടയണമെന്നും ലേ മോണ്ടെ മുന്നറിയിപ്പ് നൽകി. അധികാരത്തിലേക്കുള്ള നാഷണൽ റാലി പാർട്ടിയുടെ പോക്ക് തടയാൻ വോട്ടർമാർ ഒന്നിക്കണമെന്ന് ഡെയിലി ലിബറേഷൻ ആഹ്വാനം ചെയ്തു.
വല്ലാത്തൊരു ആശ്വാസമെന്നാണ് പാരീസിലെ യോഗത്തിൽ പങ്കെടുത്ത ലിയോണിലെ ഗ്രാൻഡ് മോസ്ക് റെക്ടർ കാമിൽ കപ്താൻ വോട്ടിംഗ് ഫലത്തോട് പ്രതികരിച്ചത്. നാഷണൽ റാലി സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അപകടത്തെക്കുറിച്ച് ഫ്രഞ്ച് ജനത മനസ്സിലാക്കിയതിൽ സന്തോഷമുണ്ടെന്നും അവർക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുകയും വോട്ടുകൾ സ്വരൂപിക്കുകയും ചെയ്തുവെന്നും കാമിൽ പറഞ്ഞു. മുസ്ലിങ്ങൾ ഇടതുപക്ഷ സഖ്യത്തിന് വോട്ട് ചെയ്തപ്പോൾ തിരിച്ച് മുസ്ലിം സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിൽ ഇടതുപക്ഷവും പങ്കുവഹിച്ചു. 12 വനിതകൾ ഉൾപ്പെടെ 19 മുസ്ലിങ്ങളാണ് ഫ്രഞ്ച് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇവരിൽ 2 പേർ നാഷണൽ റാലി സ്ഥാനാർത്ഥികളായിരുന്നു എന്നതാണ് കൗതുകകരം. ജനസംഖ്യയിൽ 10% മുസ്ലിങ്ങൾക്ക് ഇതോടെ പാർലമെന്റിൽ 3.29% പ്രാതിനിധ്യം ലഭിച്ചു. 25 മുസ്ലിങ്ങളെ തെരഞ്ഞെടുത്ത ബ്രിട്ടനെ അപേക്ഷിച്ച് പ്രാതിനിധ്യം കുറവാണെങ്കിലും ഫ്രാൻസിലെ തീവ്ര വലതുപക്ഷ മുന്നേറ്റത്തിനിടയിൽ ഇത് നിസ്സാരമല്ല. ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് സഖ്യത്തിന് തനിച്ചു ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ലെങ്കിലും അധികാരത്തിലേറിയാൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള വിപ്ലവകരമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇടതുപക്ഷ സഖ്യത്തോടൊപ്പം ചേർന്ന് സർക്കാർ ഉണ്ടാക്കുന്നതിൽ മാക്രോൺ വിമുഖത കാട്ടുന്നത് പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാണ്. മുൻ പ്രധാനമന്ത്രിയോട് കാവൽ സർക്കാരിന്റെ തലവനായി തുടരാൻ ആവശ്യപ്പെട്ട മാക്രോൺ സഖ്യത്തിലെ തീവ്ര ഇടതുകക്ഷിയായ ഫ്രാൻസ് അൺബോർഡ് പാർട്ടിയുമായി ഒരു തരത്തിലുള്ള ധാരണക്കുമില്ലെന്ന നിലപാടിലാണ്. സോഷ്യലിസ്റ്റുകളുമായും ഗ്രീൻ പാർട്ടിയുമായും സഹകരിക്കാൻ അദ്ദേഹം ഒരുക്കമാണ്. ഇസ്ലാമോഫോബിയയെ പരസ്യമായി അപലപിച്ച് രംഗത്തുവന്ന ഏക രാഷ്ട്രീയ നേതാവാണ് അൺബോർഡ് പാർട്ടി നേതാവ് മിലേൻഷൻ. 2019 ഇസ്ലാമോഫോബിയക്കെതിരെ നടന്ന മാർച്ചിലും അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. അതുതന്നെയാണ് അദ്ദേഹത്തിൽ മാക്രോൺ കാണുന്ന അയോഗ്യത. തീവ്ര വലതുപക്ഷ ഗവൺമെന്റിന്റെ വരവ് തടയാൻ കഴിഞ്ഞതിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആശ്വാസം കൊള്ളുന്നുണ്ടെങ്കിലും ഇസ്ലാം വിരുദ്ധ പാർട്ടിക്ക് 1 കോടി ആളുകൾ വോട്ട് ചെയ്തുവെന്നത് ആശങ്കയുളവാക്കുന്നതാണ്. 2027 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നാഷണൽ റാലിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ലീ പെൻ പൊതുരംഗത്തെ ഹിജാബ് നിരോധം, ഹലാൽ വസ്തുക്കളുടെ വിതരണത്തിന് വിലക്ക് ഏർപ്പെടുത്തൽ, വിദേശികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് സഹായം നിർത്തൽ തുടങ്ങിയവയാണ് പ്രധാന അജണ്ടയെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണ മാക്രോണിനോട് പരാജയപ്പെടുകയായിരുന്നു ലീപെൻ. ഒക്ടോബർ 7 ശേഷം ഫ്രാൻസിൽ മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങളും വിദ്വേഷ കുറ്റങ്ങളും വലിയ തോതിൽ കൂടിയിട്ടുണ്ടെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ വേൾഡ് ഹ്യൂമൻ റൈറ്റ്സിന്റെ റിപ്പോർട്ട് 2024 വ്യക്തമാക്കുന്നത്. ഞങ്ങൾ നാസികളാണ്, ഇസ്ലാമിനെ യൂറോപ്പിൽ നിന്ന് പുറത്താക്കും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ലിയോൺ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പ്രകടനങ്ങൾ നടന്നത്. മതത്തിന്റെ പേരിലുള്ള വിവേചനങ്ങളെ തുടർന്ന് 1000-ലേറെ മുസ്ലിങ്ങൾ രാജ്യം വിട്ടുപോയതായി തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് ഏപ്രിലിൽ ലില്ലി സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ സർവേ കണ്ടെത്തിയിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുടെ കുടിയേറ്റ നയങ്ങളിലെ ഇരട്ടത്താപ്പ് വലതുപക്ഷ പാർട്ടികളുടെ അജണ്ടയെ സഹായിക്കുകയാണ്. ഇസ്ലാം വിദ്വേഷം. യൂറോപ്പിലെ മുസ്ലിം ജനസംഖ്യ 4.4 കോടിയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മൊത്തം ജനതയുടെ 6%. 1950 55 കോടിയുണ്ടായിരുന്ന യൂറോപ്പിലെ ജനസംഖ്യ 2020 74 കോടിയിലെത്തിയപ്പോൾ മുസ്ലിം ജനസംഖ്യ 2% നിന്ന് 6% ഉയർന്നു. മുസ്ലിം ജനസംഖ്യയെക്കുറിച്ച് പെരുപ്പിച്ച കണക്കുകൾ ഉയർത്തിക്കാട്ടി ഇസ്ലാം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പണിയാണ് കുറച്ചുകാലമായി യൂറോപ്പിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ നടത്തുന്നത്. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന് കർശന നിയമങ്ങൾ ഉണ്ടാക്കുക, മുസ്ലിങ്ങളുടെ മതപരമായ അവകാശങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുക തുടങ്ങിയ തീവ്ര വലതുപക്ഷ ആവശ്യങ്ങൾക്ക് അനുകൂലമായ ചില നടപടികൾ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി. വിദ്യാലയങ്ങളിലെ ഹിജാബ് നിരോധം ഉദാഹരണം. മാക്രോണിന്റെ പല നടപടികളും മുസ്ലിങ്ങൾ ആശങ്കയോടെയാണ് കണ്ടത്. പ്രസിഡന്റിനു കീഴിൽ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഇസ്ലാമോഫോബിയയാണ് ഫ്രാൻസിൽ അരങ്ങേറുന്നതെന്ന് കേവലം ആരോപണമല്ല. 1ാം റൗണ്ട് വോട്ടെടുപ്പിന് 4 ദിവസം മുമ്പ് നിരവധി മുസ്ലിം സംഘടനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ നടപടി തീവ്ര വലതുപക്ഷത്തേക്ക് പോകുന്ന വോട്ടുകൾ പിടിക്കാനുള്ള മാക്രോണിന്റെ തന്ത്രമായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയെ അവഹേളിച്ച കാർട്ടൂണുകളോട് പ്രതികരിച്ച രീതി മുതൽ പള്ളികൾ വ്യാപകമായി അടച്ചുപൂട്ടിയ നടപടികളിൽ വരെ ഇത് കാണാം. മാർച്ച് 15 ഇസ്ലാമോഫോബിയയ്ക്ക് എതിരായ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാനുള്ള UN ജനറൽ അസംബ്ലി തീരുമാനത്തിന് എതിരെയാണ് മാക്രോണിന്റെ ഫ്രാൻസ് നിലയുറപ്പിച്ചത്. 2022 പ്രസിഡൻഷ്യൽ സംവാദത്തിൽ പൊതു ഇടങ്ങളിൽ ഹിജാബ് നിരോധിക്കണമെന്ന ലീ പെന്നിന്റെ വാദത്തെ അനുകൂലിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഹിജാബ് മുസ്ലിം വനിതയുടെ അവകാശമാണെന്നല്ല, നിരോധനം ആഭ്യന്തര കലാപത്തിലേക്ക് നയിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇടത് ഇസ്ലാമിസ്റ്റ് കൂട്ടുകെട്ട് ഫ്രഞ്ച് സമൂഹത്തിൽ പിടിമുറുക്കിയെന്ന ആരോപണമുയർത്തിയാണ് കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാക്രോൺ സംവാദത്തിന് തുടക്കമിട്ടതുതന്നെ.
അതിതീവ്ര നിലപാടുകാരനായ അദ്ദേഹത്തിന്റെ ആഭ്യന്തരമന്ത്രി ജെറാൾഡ് ഡാർമനിൻ ഹലാൽ ഭക്ഷണത്തിനെതിരെ പരസ്യമായി രംഗത്തുവരികയുണ്ടായി. ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിന്റെ വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്ന നിലപാടായിരുന്നു മാക്രോൺ സ്വീകരിച്ചത്. പല യൂറോപ്യൻ ഗവൺമെന്റുകളും സയനിസ്റ്റ് പിന്തുണ പ്രഖ്യാപിച്ച് തങ്ങളുടെ ഇസ്ലാമോഫോബിക് മുഖം വെളിവാക്കിയിരുന്നു. ഹംഗറി, നെതർലാൻഡ്സ് തുടങ്ങിയ തീവ്ര വലതുപക്ഷ ഗവൺമെന്റുകൾ അധികാരത്തിലുള്ള രാജ്യങ്ങൾ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത് തടയാൻ ഭരണകൂടം പല പ്രതിബന്ധങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്ന നീക്കങ്ങൾക്ക് അവസരം നൽകുകയാണ് സ്വീഡൻ പോലുള്ള രാജ്യങ്ങൾ. യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 59% മുസ്ലിങ്ങളും വോട്ട് ചെയ്തില്ലെന്നാണ് ഐഫോപ്പ് നടത്തിയ സർവേ ചൂണ്ടിക്കാട്ടിയത്. തങ്ങളുടെ നിലനിൽപ്പ് പോലും തീവ്ര വലതുപക്ഷം ചോദ്യം ചെയ്യുമ്പോൾ ഇടതു പാർട്ടികൾ ഉൾപ്പെടെയുള്ളവ അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കാത്തതാണ് വൈമുഖ്യത്തിന് കാരണമായി പറയപ്പെടുന്നത്. ഫ്രാൻസിലെ ഇടതുപക്ഷ പാർട്ടികളിൽ പലതും 5 വർഷം മുമ്പ് വരെ സെക്കുലറിസത്തിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമോഫോബിയ പരത്തുകയായിരുന്നു. എന്നാൽ തീവ്രദേശീയതക്കും വംശീയതക്കും ഫാഷിസത്തിനുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിനാൽ മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ഇടതു പാർട്ടികൾക്കാണ് വോട്ട് ചെയ്തിരുന്നത്. ബ്രിട്ടനിൽ ഇടതുചേരിയിലുള്ള ലേബർ പാർട്ടി 412 സീറ്റുകൾ നേടി അധികാരത്തിൽ മടങ്ങിയെത്തിയിട്ടും മുസ്ലിം സമൂഹം വലുതായി ആഘോഷിക്കാത്തത് പാർട്ടി നേതൃത്വം ഈയിടെയായി സ്വീകരിച്ച സയനിസ്റ്റ് അനുകൂല ഇസ്ലാമോഫോബിക് നിലപാടുകൾ കാരണമാണ്. ജെറമി കോർബിന്റെ മുസ്ലിം ഫ്രണ്ട്ലി ലേബർ പാർട്ടിയല്ല ബ്രിട്ടനിലുള്ളത്. പുതിയ പ്രധാനമന്ത്രിയും പാർട്ടി നേതാവുമായ കെർ സ്റ്റാമർ ഗസ വംശഹത്യയെപ്പോലും ന്യായീകരിച്ചയാളാണ്. ലേബർ പാർട്ടിക്കെതിരെ മത്സരിച്ച് 4 മുസ്ലിം സ്വതന്ത്രർ വിജയിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കൺസർവേറ്റീവുകളോടുള്ള ജനങ്ങളുടെ രോഷമൊന്നു മാത്രമാണ് ലേബറിനെ അധികാരത്തിലെത്തിച്ചത്.